കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഇതിന്റെ കരട് തയ്യാറാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, പല ഘട്ടങ്ങളിലും ഐടിയുടെയും ഇഡിയുടെയും ഒക്കെ റെയ്ഡ് വരുമ്പോഴും പല നേതാക്കളും അറസ്റ്റിലാവുമ്പോഴും ഒക്കെ ഈ പരാതി മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ സർക്കാരിനും ഏജൻസികൾക്കും ഒരു മാർഗനിർദ്ദേശം നൽകാൻ തയ്യാറായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, മുൻകാലങ്ങളിൽ പലതവണ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും പല പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്ക് നേരെയും റെയ്ഡ്, അറസ്റ്റ് അടക്കമുള്ള നടപടികളുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ തെരച്ചിലിനെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താണ് ഇഡി മടങ്ങിയത്. ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണി നേതാക്കൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായി. 5 ഇടങ്ങളിൽ ഒരേ സമയമുണ്ടായ റെയ്ഡിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് മഹുവ മൊയ്ത്രയെയും തൃണമൂൽ കോൺഗ്രസിനെയും അപമാനിക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന് ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ളത്. ഇത് ഗൗരവത്തോടെ പരിശോധിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് അത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിമിതികളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കേന്ദ്ര സർക്കാരിനും ഏജൻസികൾക്കും ശക്തമായ മാർഗനിർദ്ദേശം നൽകാനുള്ള ഒരു തീരുമാനമാണ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. നിഷ്പക്ഷമായ നടപടികൾ മാത്രമേ ഉണ്ടാവൂ എന്ന കർശന നിർദ്ദേശം ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരടാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത് എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ കൃത്യമായ വ്യക്തമായ തെളിവുകളുള്ള ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ റെയ്ഡ്, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയേക്കും എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഉടൻ തന്നെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2019 സമാനമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഏജൻസികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.